കപാലകാളി ഹോമം. ലക്ഷങ്ങൾ അക്തിയിൽ ഇങ്ങനെ ഹോമിച്ചാൽ അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആൾ ഒരു ബ്രാൻഡാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു ബിസിനസ്. ആ ഗോകുലം ഗോപാലൻ എന്തിന് ഇങ്ങനെ ഒരു പൂജ ചെയ്തു? ഗോകുലം ഗോപാലേട്ടൻ നമ്മൾ അറിയാത്ത ഒരു തലം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പല സൂക്ഷ്മ കാര്യങ്ങളെപ്പറ്റിയും സൂക്ഷ്മ ശക്തികളെപ്പറ്റിയും അറിയാം. അദ്ദേഹമാണ് ഈ സൂക്ഷ്മക്രിയ, അതായത് മിസ്റ്റിക് ക്രിയ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ അത് അദ്ദേഹത്തിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ജീവനക്കാർക്കും കൂടി വേണ്ടിയാണ്. കോഴ്സ് അദ്ദേഹത്തിന് മാത്രമായിട്ട് അദ്ദേഹം ഒന്നും എന്നോട് അങ്ങനെ ആവശ്യപ്പെടും. ഞാൻ ചെയ്യുന്നത് അത് എൻ്റെ കടമയാണ്. എത്രയോ തലമുറയ്ക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഒരു തീരുമാനിച്ചിട്ടിരിക്കുന്ന ഒരാളാണ്. 10-37 സ്റ്റാഫുകളുണ്ട്, എത്ര കുടുംബങ്ങൾ. ഇന്നും അദ്ദേഹത്തിന്റെ ചിന്തകളാണ് അദ്ദേഹം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. മിസ് ചെയ്തൊരു പേരുണ്ട്, ഗോകുലം ഗോപാലേട്ടനുമായി ഏറ്റവും അടുപ്പമുള്ള എന്നാൽ ഇത്തരം പരിപാടികളോടൊക്കെ താല്പര്യം കാണിക്കുന്ന മോഹൻലാലിനെ പോലെ ഒരാളെ അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്? നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി സ്വാമി ഹിമവൽ ഭദ്രാനന്ദ. സ്വാമി നമസ്തേ. ഹിമവൽ ഭദ്രാനന്ദ അല്ല, വെറും ഭദ്രാനന്ദ. ഈ ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറയുന്നത് പലതവണ ഞാൻ പറഞ്ഞു, ഞാൻ ഹിമവൽ ഭദ്രാനന്ദ അല്ല. ഇപ്പോഴും എല്ലാ മീഡിയക്കാരും അത് തന്നെയാണല്ലോ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു തിരുത്തലിനുള്ള സമയമാണെന്ന് കൂട്ടാം. ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ എന്നുള്ളതായിരുന്നു എൻ്റെ ദീക്ഷാനാമം. ഒരു കാലത്ത് എന്നെ പറ്റിയുള്ള ഒരു നെഗറ്റീവ് നറേഷൻ്റെ ഭാഗമായിട്ട് അന്ന് ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു പേരായിരുന്നു ഹിമവൽ ഭദ്രാനന്ദ. I'm not Himaval Bhadranan. I'm Himal Maheshwar Bhadranan, Doral Swami Bhadranan. അല്ലെങ്കിൽ പലരും ഇഷ്ടം കൊണ്ട് വിളിക്കുന്ന തോക്കുസ്വാമി, അതായിരിക്കും എൻ്റെ ഒരു രസം. തോക്കുസ്വാമി എന്ന ആ പേരിലേക്ക് വരാം, നമുക്ക് പോകെ വരാം. കഴിഞ്ഞ തവണ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ കാണാൻ സാധിച്ചില്ല. വീണ്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ ആയിരുന്നു. നല്ലൊരു സ്പിരിച്വൽ വൈബ്, പ്രത്യേകിച്ച് ഇവിടുത്തെ വലിയ കോടികൾ മുടക്കി വലിയ സാറ്റലൈറ്റിൽ നടത്തുന്ന ചാനലുകൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ആത്മീയ ഉണർവ് നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടേത്. ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ആൾക്കാർക്ക് കൊടുക്കുന്നു. ജീവനത്തിന് വേണ്ടി നടക്കുന്നതിൽ ഉപജീവനവും ജീവനവും എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിൽ നിങ്ങൾ ജീവനത്തിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നു, ഉപജീവനമല്ല പ്രയോറിറ്റി കൊടുക്കുന്നു. സോ നമ്മളെപ്പോലുള്ള ഒരു സമൂഹമാണ് നിങ്ങളുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. താങ്ക് യു. കഴിഞ്ഞ തവണത്തെ ഞങ്ങളുടെ ചാനൽ വിസിറ്റിന് ശേഷം അങ്ങനെ ഞങ്ങളൊരു പരിപാടിക്ക് ക്ഷണിച്ചു. എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും രാഹുൽ ഞങ്ങളുടെ പ്രതിനിധിയായ പരിപാടിയിൽ പങ്കെടുത്തു. കപാലകാളി ഹോമം. കപാലകാളി ഹോമം സംഘടിപ്പിച്ചത് ആദരണീയനായ ഗോകുലം ഗോപാലൻ ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു, സാറിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങാണ് അതിന് നേതൃത്വം നൽകിയത്. എന്താണ് ഈ കപാലകാളി ഹോമം? അതിൻ്റെ ദൃശ്യങ്ങൾ ഒരു എപ്പിസോഡായി തന്നെ പ്രേക്ഷകരിലേക്ക് അബാക് മീഡിയ എത്തിക്കും. എന്തായിരുന്നു ഈ കപാലകാളി ഹോമത്തിൻ്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത്? നമ്മൾ ചെയ്തത് അവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു. അതായത് ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, കോടതി, ഇത് മൂന്നും ആൾക്കാർ വേദനകളും വിഷമങ്ങളും പങ്കുവയ്ക്കാൻ ചെല്ലുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, അവിടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, അവിടുത്തെ വ്യക്തികൾക്കെല്ലാം കൂടുതൽ നെഗറ്റീവ് എനർജീസ് ആയിരിക്കും അനുഭവിക്കുക അല്ലെങ്കിൽ ലഭിക്കുക. നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരം സ്ട്രോങ് അല്ലെങ്കിൽ കാരണ ശരീരത്തിന് അപ്പുറത്തോട്ട് കണക്ട് ചെയ്ത് സ്ഥൂല ശരീരത്തെ ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതായത് സ്ഥൂല ശരീരം കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്തൊക്കെയാണ്? പലതരം ബുദ്ധിമുട്ടുകൾ മനുഷ്യന്. സ്ഥൂല ശരീരം കറക്റ്റ് ആവണമെങ്കിൽ സൂക്ഷ്മ ശരീരം അതുപോലെ പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ നമ്മളിലുള്ള നെഗറ്റീവ് എനർജീസ്, നമ്മളുടെ സ്പിരിച്വൽ എൻഹാൻസ്മെൻറ്റ്, ഇതെല്ലാം നമ്മുടെ നല്ല ചിന്തകൾ വരുന്നത്. ഇപ്പം നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ, നമ്മളെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും. ഇപ്പം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമുക്കുള്ളതാണ്.
നമ്മളത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലർ 1111 നോക്കി പലതും പറയാറുണ്ട്, മാജിക് ഏഞ്ചൽ നമ്പറാന്ന് പറയും. അങ്ങനെ പറയുന്ന അത് പലവരും പാവങ്ങൾ നല്ല ഒരു മനസ്സോടുകൂടി ഇങ്ങനെ ചില ഓൺലൈൻ ഇതിലൊക്കെ കേട്ടിട്ട് അങ്ങനെ അത് പറയുകയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടണമെങ്കിൽ നമുക്ക് ഓറിക് ബ്ലോക്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഓറിക് ബോഡി കംപ്ലീറ്റ് പ്യൂരിഫൈ ആയിരിക്കണം. നമ്മളുടെ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഡീകാർബണൈസ് ചെയ്യുന്നൊരു രീതിയുണ്ട്. വണ്ടികൾ ഒരു 50,000-60,000 കിലോമീറ്റർ പോകുമ്പോൾ വണ്ടിയെ ഡീകാർബണൈസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് കൂടും, മൈലേജ് കൂടും. അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ്, നെഗറ്റീവ് എനർജീസ് അത്രയും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ക്രിയയാണ്. അത് ഒരുപാട് ഹെർബ്സ് കൊണ്ട് ചെയ്ത് പച്ചിലകളും ഇത് വെച്ചിട്ട് ചെയ്യുന്ന അല്ല, പച്ചിലകളല്ല ഞാൻ മനസ്സിലാക്കുന്നത്, ചന്ദനത്തടികൾ, കുങ്കുമപ്പൂവ്, വില കൂടിയ ദ്രവ്യങ്ങളാണ് ഹോമിക്കപ്പെട്ടത്. ലക്ഷങ്ങൾ അക്തിയിൽ ഇങ്ങനെ ഹോമിച്ചാൽ അതുകൊണ്ട് ആർക്കാണ് പ്രയോജനം? അതിൽ അഗ്നിയിൽ ഹോമിക്കുന്നതിൽ നമുക്കൊരു വലിയൊരു മഹത്തരമായ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു റിച്വൽ സിസ്റ്റം നമുക്കുണ്ട്. ഇപ്പം സീയിങ് ഈസ് വാട്ട് ബിലീവിങ് എന്ന് നമ്മൾ പറയും. പക്ഷേ ഇതിനകത്തൊരു സയൻസ് എന്ന് പറയുന്നത് ഹോമത്തിന് അതിൻ്റേതായ ഒരു ആചാര രീതിയിൽ അതങ്ങനെ പോകുമ്പോൾ അതിലുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് എനർജി, അതിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഹീറ്റ് എനർജി കൊണ്ട് നമ്മുടെ ഓറയ്ക്ക് ഉണ്ടാവും പ്യൂരിഫിക്കേഷൻ. അതിൽ നിന്ന് സ്മോക്ക് വരുമ്പോൾ സ്മോക്ക് ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലും ഉള്ളിലും ഉണ്ടാകുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ ലൈറ്റ് എനർജി കൊണ്ട് നമ്മുടെ കണ്ണിൽ കിട്ടുന്ന എനർജി, അതുപോലെ തന്നെ സൗണ്ട് എനർജി, അവിടെ ഉപയോഗിക്കുന്ന മന്ത്രാസ് കൊണ്ട് സൗണ്ട് ഒരു വേവായിട്ട് പോയിട്ട് പവറായിട്ട് ഫോം ചെയ്യും. എലിമെറ്റൽസിൻ്റെ അംശമുണ്ട് അതിൻ്റെ ഇതിൽ നമ്മളുടെ ബോഡി ഉണ്ടാകുന്ന ചാർജസ്. കാരണം ഔഷധം എന്ന് പറയുന്നത് സ്ഥൂല ശരീരത്തിൻ്റെ ഔഷധമാണ് മരുന്ന്, സൂക്ഷ്മ ശരീരത്തിൻ്റെ ഔഷധമാണ് മന്ത്രങ്ങൾ. അതിൽ പ്രത്യേക ചില മന്ത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ചേഞ്ചസ്. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് പ്രസാദം കൊടുക്കുമ്പോൾ പല കൂട്ടുകൾ കൊണ്ടുണ്ടാക്കിയ പ്രസാദമാണ്. അത് കഴിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എനർജി നമ്മുടെ ബോഡിയിലേക്ക് കയറുക, നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും, നമ്മൾ കൂടുതൽ ആക്റ്റീവാകും. അവിടെയുള്ള എല്ലാവരും അത് തന്നെയാണല്ലോ. അവിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞു വന്ന ആൾക്കാർ പോലും ഇപ്പോൾ ഭയങ്കര പ്രോ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുത്തല്ലേ നമുക്ക് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ ഈ പറയുന്ന ദ്രവ്യങ്ങൾ ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൽ നിന്നുണ്ടാകുന്ന കെമിക്കൽ ആക്ഷൻ, നമ്മുടെ ബോഡി വരുമ്പോൾ ഒരു കെമിക്കൽ ഒരു കൂടാണത്. കെമിക്കൽസ് കൊണ്ട് നിർമ്മിതമായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും കെമിക്കൽ ഇതാണ്, പലതരം കെമിക്കൽസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാത്തിൻ്റെ ഒരു കോംബോ പാക്കാണ് നമ്മുടെ ബോഡി എന്ന് പറയും. അപ്പോൾ ആ എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ എനർജി ബാലൻസ്ഡ് ആവും, നമ്മൾ കൂടുതൽ ചാർജ്ഡ് ആവും, നമ്മൾക്ക് ആ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. കൂടുതൽ എക്സ്ട്രാ ലെവൽ, ഇപ്പോൾ ഒരു 80 കിലോമീറ്റർ ഓടുന്ന നമ്മളൊരു 120-140 കിലോമീറ്റർ സ്പീഡിലേക്ക് സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങും. നമ്മൾ കൂടുതൽ പവർഫുള്ളാവും. നമ്മൾ അൺവാണ്ടഡ് എനർജി, ഇപ്പം നമ്മൾ ഈവിൾ എനർജി, അങ്ങനത്തെ എനർജീസ് ഒന്നും നമ്മളെ ബാധിക്കില്ല. ടോക്സിക് ഫ്രീ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമുക്കിപ്പോൾ ജാതകത്തിൽ നോക്കുമ്പോൾ യോഗമുണ്ട്, ഗജകേസരി യോഗമുണ്ട്, രാജയോഗമുണ്ട്, ചക്രവർത്തി യോഗം, പല യോഗമുണ്ട്. പക്ഷേ അനുഭവ യോഗം ആൾക്കാർക്ക് കാണില്ല. ടാങ്കിൽ വെള്ളമുണ്ട്, പക്ഷേ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടില്ല. അവിടെ ഒരു ചോദ്യം എനിക്കുണ്ട്. ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ആൾ ഒരു ബ്രാൻഡാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്സസ്ഫുള്ളായി നിൽക്കുന്നൊരു ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ വ്യവസായങ്ങളും വളരെ സക്സസ് ആണ്. ആ ഗോകുലം ഗോപാലൻ എന്തിന് ഇങ്ങനെ ഒരു പൂജ ചെയ്ത് വീണ്ടും ഈ പറയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു എനർജി ലെവലിൽ കൂട്ടേണ്ട ആവശ്യകത എന്താണ്? ഗോകുലം ഗോപാലേട്ടൻ നമ്മൾ അറിയാത്ത ഒരു തലം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇത്ര ഇനിഷ്യേറ്റീവ് ഇതിനെ എടുക്കാൻ കാരണം അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ഒരു എനർജിയുടെ ഉടമയായതുകൊണ്ട് ഒന്നാണ്. അദ്ദേഹത്തിന് പല സൂക്ഷ്മ കാര്യങ്ങളെപ്പറ്റിയും സൂക്ഷ്മ ശക്തികളെപ്പറ്റിയും അറിയാം. അദ്ദേഹമാണ് ഈ സൂക്ഷ്മക്രിയ, അതായത് മിസ്റ്റിക് ക്രിയ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമ്മൾ പറയേ ഈ ആൾക്കാർ ഗോപാലേട്ടൻ കാലെടുത്ത് കുത്തി അല്ലെങ്കിൽ അത് മനസ്സിൽ ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിലേക്ക് ഇറങ്ങി വരുന്നു, കിട്ടുന്നു എന്ന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ അത് അദ്ദേഹത്തിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്. അദ്ദേഹം ഈ മറ്റുള്ള പോലെ അന്ധവിശ്വാസങ്ങൾ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യില്ല. ഇതിൽ തന്നെ ഫസ്റ്റ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെയാണ്. അതിപ്പോൾ ഞാനും ഗോപാലേട്ടനും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ഭൗതികമായൊരു ബന്ധമല്ല, അതൊരു സ്പിരിച്വൽ റിലേഷനാണ്.
അപ്പം അത്രയും അദ്ദേഹം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ മാത്രം സുഖിക്കരുത്, നമുക്ക് മാത്രം വേണ്ടിയുള്ളതല്ല, എൻ്റെ സ്റ്റാഫുകളാണ്, എൻ്റെ ഒപ്പമുള്ളവരാണ് എൻ്റെ ശക്തി, അവരെ പ്യൂരിഫൈ ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തേ പറ്റൂ. ഞാൻ ബാംഗ്ലൂർ ഇരിക്കുകയായിരുന്നു, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കേരളത്തിൽ വരില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ ചേട്ടൻ നിർബന്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആൾക്കാർ സ്പിരിച്വലി സ്ട്രോങ് ആയിരിക്കണം എന്ന് എപ്പോഴും ചേട്ടന് നിർബന്ധമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചേട്ടൻ അത് അത്രയും ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ജീവനക്കാർക്കും കൂടി വേണ്ടിയായിരുന്നു. കോഴ്സ് അദ്ദേഹത്തിന് മാത്രമായിട്ട് അദ്ദേഹം ഒന്നും എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടു. ഞാൻ ചെയ്യുന്നത് അത് എൻ്റെ കടമയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ കൂടെ ഉള്ളവർ ചെയ്യുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയുസ്സും ആരോഗ്യവും എന്ന് പറയുന്നത് ഒരു അടുത്ത എത്രയോ തലമുറയ്ക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഈശ്വരൻ ഒരു തീരുമാനിച്ചു വിട്ടിരിക്കുന്ന ഒരാളാണ്. 10-30 സ്റ്റാഫുകളുണ്ട്, എത്ര കുടുംബങ്ങൾ. ഇന്നും അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് അദ്ദേഹം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇങ്ങനെ ഒരു നാട്ടിൽ ഇതുപോലെ ഒരു പല രീതിയിലും വിശ്വാസത്തിൻ്റെ വേര് മുറിഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത്, അതും ലോജിക്കലായിട്ട്, അദ്ദേഹത്തിനൊന്നും പറ്റിക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ, സാധാരണ ആൾക്കാരെ ആണെങ്കിൽ പറ്റിക്കാൻ പറ്റും, പലർക്കും അദ്ദേഹത്തിനെ പറ്റിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞ ഇതിൻ്റെ 10 പേര് അദ്ദേഹത്തിന് ഇതിൻ്റെ ബെറ്ററായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധിയുള്ള അതിബുദ്ധിശാലികളായ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം. നോക്കൂ, അങ്ങ് ഞങ്ങളെ ആ പരിപാടിക്ക് വിളിക്കുമ്പോഴും ഒരാളെങ്കിലും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന തീരുമാനത്തിലേക്ക് ഞങ്ങളെത്താൻ കാരണം ഇത് ഗോകുലം ഗോപാലിന് വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്, ലക്ഷങ്ങൾ പൊടിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഉറപ്പായും അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ, ഗോകുലം ഗോപാലിനൊന്ന് ചെയ്യണം എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. വെറുതെ ഒന്നും അങ്ങനെ കൈ കൊടുക്കുന്ന ഒരാളല്ല, അങ്ങനെ കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിലും അതൊന്ന് കാണണം, അതിൻ്റെ കുറച്ച് ഫുട്ടേജ് എടുക്കണം എന്ന ചിന്തയിൽ തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധിയും അവിടേക്ക് എത്തിയത്. ഇപ്പോൾ അതിൻ്റെ ഉത്തരം അങ്ങ് വ്യക്തമാക്കി തന്നു. അതാണ് ഞാൻ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത്. അങ്ങയുടെ പ്രതിനിധി വന്നതിൽ അവർക്ക് നല്ലൊരു ഫീലാണോ ബാഡ് ഫീലാണോ ഉണ്ടായത്? നല്ല ഫീൽ ആയതുകൊണ്ടാണല്ലോ അങ്ങ് വീണ്ടും ഇവിടെ തന്നെ ഇരിക്കുന്നത്. അദ്ദേഹം വന്ന രാഹുൽ, അദ്ദേഹം വളരെ ഒരു സ്പിരിച്വലി വളരെ തലത്തിൽ ഉയർന്നതും അന്വേഷണത്തിലൂടെ അതിൻ്റെ ഒരു ആത്മീയ അന്വേഷണത്തിൻ്റെ പാതയിൽ നടക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അദ്ദേഹം പലതോടൊന്ന് വാച്ച് ചെയ്യായിരുന്നു. രാഹുല് വേദം പഠിച്ച് പൂണൂലണിഞ്ഞ ആളായിരുന്നു. അതെ, അദ്ദേഹം പൂണൂൽ ഉപേക്ഷിച്ച ആളാണ്. വീണ്ടും സ്പിരിച്വൽ പാതയിലേക്ക് വരാൻ അവാക് മീഡിയ ഒരു കാരണമായി എന്ന് മാത്രം. പൂനൂലിൽ കഥയില്ല, പൂനൂൽ അത് ആചാരത്തിൻ്റെ ഭാഗമാണ്, പക്ഷെ അതൊരു റിലീജിയൻ്റെ ഭാഗമാണ്. പക്ഷെ അദ്ദേഹം ഒരു സ്പിരിച്വൽ ട്രാക്കിൽ പോകുന്ന ആളാണ്. സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ ഭയങ്കര ഒരു അന്തരമുണ്ട്. ആത്മീയത ആകാശത്തിലെ പറവയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. ഭൂമിയിലെ ഇഴജന്തുക്കളാണ് മതം എന്ന് പറയുന്നത്. മതം പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആത്മീയത എന്ന് പറയുന്നത് ആൾക്കാരെ ഫ്രീ ആക്കി ലോജിക്കൽ ലെവലിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ വിഷയത്തിലേക്ക് വ്യതിചലിക്കുന്നുണ്ട്. തിരിച്ചു വന്നാൽ ഈ ഹോമത്തിൽ, ഈ ഒരു പ്രോഗ്രാമിന് സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല ആളുകൾ, സ്വാഭാവികമായും അത് ഞാൻ അങ്ങനെ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഒരുപാട് പേർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതായിട്ട് അറിഞ്ഞു. പക്ഷെ അവിടെ മിസ് ചെയ്തൊരു പേരുണ്ട്. ഗോകുലം ഗോപാലേട്ടനുമായി ഏറ്റവും അടുപ്പമുള്ള എന്നാൽ ഇത്തരം പരിപാടികളോടൊക്കെ താല്പര്യം കാണിക്കുന്ന മോഹൻലാലിനെ പോലെ ഒരാളെ അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്?